വഞ്ചൂർ വാർഡിൽ വോട്ട് ചെയ്യാനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ ബിജെപി പ്രവർത്തകർക്കെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് പോലീസിൽ പരാതി നൽകി. 4 ബിജെപി പ്രവർത്തകർക്കെതിരെയാണ് പരാതി നൽകിയത്. ഇന്ന് രാവിലെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേരില്ലെന്നും കള്ളവോട്ട് ചെയ്തെന്നും ആരോപിച്ച് ബിജെപി പ്രവർത്തകർ ട്രാൻസ്ജെൻഡേഴ്സിനെ തടഞ്ഞത്. ചോദ്യം ചെയ്യാനെത്തിയ പോലീസിനോട് തട്ടിക്കയറി ബിജെപി പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ വോട്ടിടാൻ വന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഈ നാട്ടിലുള്ള ആർക്കും വോട്ടില്ല, വരുത്തരായ ആണും പെണ്ണും കെട്ടവർക്കാണ് വോട്ടെന്ന്. നമ്മൾ ആണും പെണ്ണും കെട്ടവരെന്നല്ല, ഞങ്ങൾ മനുഷ്യനായിട്ടുള്ള ഇതിലാണ് വന്നേക്കുന്നത്, മനുഷ്യരായിട്ടാണ് കണ്ടേക്കുന്നത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഇതാണ് കിട്ടിയേക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവരെ ദ്രോഹിക്കാൻ അവരൊരു കാര്യത്തിനും പോണില്ല. അപ്പോൾ ഇത് കാണിച്ച വളരെ മോശമായ കാര്യമാണ്. കാരണം അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. വളരെ മോശമായ കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ പറയല്ലോ, എല്ലാവരും പറയുന്നല്ലോ വോട്ട് ചോദിച്ച് വേണ്ടി കള്ള വോട്ടാണ് വയ്ക്കുന്നത്. എന്തിന് മത്സരിച്ചാണ് ആളുകൾ വോട്ട് ജയിക്കുന്നത്, അല്ലാതെ ആരും പിടിച്ച് വലിച്ചു കയറ്റിയല്ല വോട്ടിടുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഏത് പാർട്ടിക്ക് കൊടുക്കണം, ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കണം. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് ഈ കാണുന്ന ഒരു വ്യക്തിയല്ല, പല വ്യക്തികളല്ല പറയേണ്ടത്. എനിക്ക് തോന്നണം ഞാൻ ആരോടെയാണ് നിൽക്കുന്നതെന്ന്. അത് എൻ്റെ ഇഷ്ടമാണ്. നാഷണൽ പോർട്ടൽ വഴി ട്രാൻസ്ജെൻഡർ ID കാർഡ് കേന്ദ്ര സർക്കാർ ഇഷ്യൂ ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ ID കാർഡുള്ള വ്യക്തികളാണ് നമ്മൾ 3 ആളുകളും. ജില്ലാ മജിസ്ട്രേറ്റാണ് ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റും കൂടാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇന്ന ജെൻഡറിൽ ജനിച്ചിട്ട് ഇന്ന ജെൻഡറിലേക്ക് മാറി എന്ന് പറഞ്ഞ ഒരു 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ്, ഒരു ട്രാൻസ്ജെൻഡർ ID കാർഡും കൂടെ ജില്ലാ മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ID കാർഡുള്ള 3 വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു പൊതുമധ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നിടത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ജെൻഡർ അധിക്ഷേപം നടത്തുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനോട് നമ്മൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അതിനകത്തുനിന്ന് ബൂത്തിനകത്ത് ഇറങ്ങി വന്നപ്പോൾ എന്നെ ഒരു ഓറഞ്ച് സാരി കൊടുത്തൊരു സ്ത്രീ എന്നെ കയ്യേറ്റം ചെയ്യാൻ വന്നു. എന്നെ മോശമായ രീതിയിൽ എന്തൊക്കെയോ ഭാഷകൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കടുത്ത പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് എനിക്ക് വോട്ട് നിഷേധിക്കുന്നു എന്നറിയില്ല. ഇവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിനൊക്കെ BJPയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ മനുഷ്യരാണ്, നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം ഉണ്ട്. സുലേഖ ശശികുമാർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. സുലേഖ, നിയമം ഉറപ്പാക്കുന്ന പരിരക്ഷയിലാണ് അവർ അവരുടെ അവകാശം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. BJP പ്രവർത്തകരുടെ പ്രവൃത്തിക്കെതിരെ ഇപ്പോൾ അവർ നിയമപരമായി തന്നെ നീങ്ങുകയാണല്ലേ? തീർച്ചയായിട്ടും അസിത, വലിയ രീതിയിൽ ഈ ട്രാൻസ്ജെൻഡർ വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വഞ്ചൂർ 2-ാം നമ്പർ ബൂത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളായിട്ടുള്ള ആളുകൾ ഈ 2-ാം നമ്പർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനെത്തുകയും ഇവിടെ നിന്ന് വലിയ രീതിയിൽ ജെൻഡർ അധിക്ഷേപം നേരിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്നത് അവർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കെ അത് കള്ള വോട്ടാണ് ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ചെയ്തതെന്നാണ് BJP ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ കരട് വോട്ടർ പട്ടിക അടക്കം 2-3 തവണ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ആ പ്രസിദ്ധീകരിക്കുന്ന സമയത്തൊന്നും അധിക്ഷേപം ഉണ്ടാകാതെ, പരാതികളൊന്നും ഉണ്ടാകാതിരിക്കെയാണ് ഇന്നിപ്പോൾ ഈ വോട്ട് ചെയ്യാനെത്തിയ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വോട്ട് അത് കള്ള വോട്ടാണ്, ഇത്തരത്തിലൊരു വോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വോട്ടർ അത് ഇവിടെയില്ല, 2-ാം ബൂത്തിലില്ല എന്നുള്ളൊരു ആരോപണം BJPയുടെ ഭാഗത്തു നിന്ന് ഉയർന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 4 BJP പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ ജെൻഡർ അധിക്ഷേപം, അതിനൊപ്പം തന്നെ കയ്യേറ്റ ശ്രമം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പരാതികൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കെതിരെയുള്ള ഈ ആരോപണം അത് വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ BJP ശ്രമിച്ചിരുന്നു. ഈ റീപോളിംഗ് എന്നുള്ള കാര്യം, അതായത് വോട്ടിംഗ് നിർത്തിവെച്ച റീപോൾ വീണ്ടും ചെയ്യുക, വീണ്ടും ഈ പ്രദേശത്ത് വോട്ടെടുപ്പ് നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിലും നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഈ 2-ാം നമ്പർ ബൂത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സംഘർഷത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും അത് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിൽ തന്നെ BJP പ്രവർത്തകർ ഈ ബൂത്തിന് പുറത്ത് തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അനുസരിച്ച് തന്നെ പോലീസ് സന്നാഹവും ഈ സ്ഥലത്തുണ്ട്. എന്തായാലും ഈ പോളിംഗ് അവസാനിച്ചതിന് ശേഷം സമഗ്രഹികളും ഒക്കെ തന്നെയായി അല്പസമയത്തിനകം തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകരുടെ അധിക്ഷേപത്തിലും കയ്യേറ്റ ശ്രമത്തിലുമാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് പോലീസിൽ പരാതി കൂടി നൽകിയിരിക്കുന്നത്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.